ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വ്ളോഗായിട്ടല്ല, എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാനാണ് കേട്ടോ ഈ ഒരു വ്ളോഗായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയതും വീട്ടിൽ വന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അല്ലരീഫിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് MRI സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ MRI സ്കാനിങ് എടുത്ത സമയത്ത് അതായത് ലിഗമെൻറ്റ് വലിഞ്ഞ് ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് സർജറി വേണമെങ്കിൽ സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇച്ചിരി എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ചെയ്യേണ്ട ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് വേറെ എന്താണെന്നുള്ള കാര്യം അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് തൊട്ടും പിന്നെ ഞാനിങ്ങനെ വയ്യാതെ കിടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടേക്കുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഓർത്തോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഉള്ളൂരാണ്, ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനെ പറ്റി എൻ്റെ അടുത്ത് അവരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേണ്ട, കുഴപ്പമില്ല, അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തിയത് കൊണ്ട് തന്നെയാണ് വേറെ ഒന്നും പോകാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഇനി സർജറി ചെയ്യേണ്ടെന്നൊരു തീരുമാനത്തിലായി. എന്തായാലും ഇനി ഉള്ളൂരും കൂടെ ഒന്ന് പോയി നോക്കാം. കാരണം നമുക്കൊരു ഇത് എടുക്കുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളൂർ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളൂർ തന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓർത്തോ ഡോക്ടർ തന്നെയാണ് അവിടെ ഉള്ളൂരും ഒരു ക്ലിനിക്കല്ല വീട്ടിൽ തന്നെയായിട്ട് ചെറുതായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ 2:30-3 മണി തൊട്ടാണ് അവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളടുത്ത് എത്താൻ പറഞ്ഞായിരുന്നു. ഞങ്ങളവിടെ എത്തിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ തൽക്കാലം സർജറി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. എന്തായാലും നമുക്ക് കുറച്ച് അതുണ്ടല്ലോ കുറച്ച് വ്യായാമങ്ങളും കാര്യങ്ങളും നീര് പോകാനുള്ള മെഡിസിൻസും ഒക്കെ കഴിച്ച് അതിൽ നിന്ന് നന്നായിട്ട് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ സർജറി വേണമെന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരു സർജറി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വ്യായാമം, അതായത് കാലിന് മാത്രമായിട്ട് വ്യായാമമൊക്കെ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മറ്റേ ബെൽറ്റൊക്കെ ഇട്ടാണ് കാലിൽ കൊണ്ടുപോയത്. പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ 1-2 കാര്യങ്ങളൊക്കെ മുട്ടിൽ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു ആശ്വാസമായി. പിന്നീട് അവിടെ നിന്ന് ഇതില്ലാതെ നമുക്കൊരു ബാൻഡേജ് ഉണ്ടല്ലോ, കാലിൽ ബാൻഡേജൊക്കെ ചുറ്റിയിട്ടാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളായിട്ടോ ഒന്നും ഇല്ല. ഞാനിപ്പോൾ എന്നും വ്യായാമം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ പതുക്കെ നടന്ന് തന്നെയാണ് പോകുന്നത്. വ്യായാമം ചെയ്യുന്നുണ്ട്. വ്യായാമത്തിലൂടെ കൂടെ തന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഈ സർജറി പറഞ്ഞ ആ നേരം മുതൽ ഡോക്ടറിനെ കാണാൻ പോകുന്ന തൊട്ട് മുന്നേ വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഒരു ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതെ എനിക്കല്ലാതെ തന്നെ നടക്കാൻ പറ്റണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് കേട്ടോ. എനിക്ക് അത്രയ്ക്കും പേടിയാണ് സർജറി ചെയ്യുന്ന ഒരു കാര്യത്തിൽ. പേടിയായതുകൊണ്ട് തന്നെ അത് വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത്. പിന്നെ ഇപ്പോൾ അത് കഴിച്ചിപ്പോൾ 4-5 ദിവസമായി എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. വ്യായാമമൊക്കെ ചെയ്ത് നടന്നു, പതുക്കെ നടന്നു വ്യായാമമൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ എൻ്റെ ബന്ധുക്കളാവട്ടെ, എൻ്റെ ഫ്രണ്ട്സാവട്ടെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ ചിരിപ്പിക്കാനും എൻ്റെ ആ ഒരു വിഷമം മാറ്റാനും എന്നോട് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെയാണ് കേട്ടോ. എൻ്റെ സത്യം പറഞ്ഞാൽ ചില സമയത്ത് മൂഡ് ഓഫ് ആയിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ വീഡിയോ കോൾ വിളിക്കും. പിന്നെ അവരോട്ട് സംസാരിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ കുറേ വിഷമങ്ങളൊക്കെ അങ്ങ് മാറും. പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഓരോ ദിവസമൊക്കെ ഇടവിട്ട് എല്ലാവരും വരാം. അശ്വിനി എപ്പോഴും എന്നും വരാറുണ്ട്, തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അവൾ എന്നും വരാറുണ്ട്. പിന്നെ ബീനയും സ്നേഹയും ആളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവരൊക്കെ വരുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരു മൈൻഡിലൊരു വിഷമമില്ലാതെ ഇനി അടുത്ത ദിവസം അവരെപ്പോഴും വരും എന്നുള്ളൊരു ഇതിലൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്കൂളിൽ 1 മാസം ലീവായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ മാമിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഈ ഇയർ എന്തായാലും റെസ്റ്റ് എടുത്ത് കാല് നല്ലതുപോലെ മാറിയതിന് ശേഷം നെക്സ്റ്റ് ജൂൺ തൊട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചിങ് ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, ചെറിയൊരു കോമ ഇട്ടങ്ങ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. എന്തായാലും ദൈവം സഹായിച്ച് 6 മാസം കൊണ്ട് കാലിൻ്റെ എല്ലാ അസുഖങ്ങളും മാറുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ തൊട്ട് സ്കൂളിലോട്ട് കയറാൻ പറ്റുമെന്നൊരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. അത് എത്രത്തോളം ഇതാവുന്നു ദൈവത്തിന് മാത്രമേ അറിയാവൂ. അതെല്ലാം ദൈവം സഹായിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ ഈ ഒരു ഇതൊന്ന് മാറാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് അത്രത്തോളം ഇത് ബുദ്ധിമുട്ടുണ്ട്. കാരണം 1 മാസത്തോളമായി ഞാൻ ഈ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു വിഷമം എനിക്കുണ്ട്. ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും എഴുന്നേൽക്കണമെന്നും.
എഴുന്നേൽക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സൈഡ് തന്നെ എനിക്കിപ്പം വലതുവശത്തോട്ട് ചരിഞ്ഞ് കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. കാരണം ഇടത് കാലാണ് വയ്യാത്ത. അപ്പോൾ ഇടത് കാലെടുത്ത് അങ്ങോട്ട് ചരിച്ച് കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാണ്. പിന്നെ ഇടത് വശത്തോട്ട് തന്നെ ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ച് എനിക്കറിയാം ഞാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് കിടക്കുന്നതും ഉറങ്ങുന്നത്. പിന്നെ സ്ട്രെയിറ്റ് കിടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ സ്ട്രെയിറ്റ് കിടന്ന് എനിക്ക് ഉറക്കം വരത്തുമില്ല. അങ്ങനെയാണ്. അത്രത്തോളം ഒരു മാസത്തോളമായിട്ട് ഞാൻ ഈ വീട്ടിനകത്ത് ഈ 4 ചുവരിനകത്ത് തന്നെ അടച്ചിരിക്കുന്നതിൻ്റെ വിഷമമുണ്ട്. കാരണം എൻ്റെ കൈ വേണ്ട. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഹോബീസ്. ഫ്രണ്ട്സിനായിരുന്നാലും എനിക്കായിരുന്നാലും മെഹന്തി തീർന്നോടെ തന്നെ അടുത്ത മെഹന്തി ഇടുക, ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ മെഹന്തി വരച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മെഹന്തിയൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർ പറയുക, മെഹന്തി ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ മെഹന്തി നല്ല സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഹെവി ഡിസൈൻ, ഇവിടെ തൊട്ട് ഫുൾ ഹെവി ഡിസൈനും കാലിലും ഒക്കെ മെഹന്തി ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പേ ചെയ്ത് ക്യാഷ് തന്നു വേണം ചെയ്യാനായിട്ട്. കാരണം ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വേറെ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ചെറിയൊരു താവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. എന്തെങ്കിലും കല്യാണ വർക്കുകളോ ഫങ്ഷൻസോ എന്തെങ്കിലുമുള്ള സമയത്ത് എന്നെ വിളിക്കുക, കോൺടാക്റ്റ്, അതായത് എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നതായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ. റേറ്റ് എന്ന് വെച്ചാൽ വലിയ റേറ്റൊന്നും അല്ല കേട്ടോ. സിമ്പിളാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാൻ ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. ഹെവി ഇതുവരെയൊക്കെ ആണെങ്കിൽ 100 രൂപ. കാരണം ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് എത്രമാത്രം ഇതാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത് വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യം പറ്റില്ല. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഉള്ള കാര്യം എങ്ങനെയാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ നിലവിൽ എനിക്കിപ്പോൾ ഇവിടെ തൊട്ടടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ ദൂരമുള്ളവരൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ ഞാൻ വന്ന് മെഹന്തി ഇട്ട് തരുന്നതായിരിക്കും. ഞാൻ ചില സമയത്ത് വെളിയിലും വരാറുണ്ട്. അവിടെ വെച്ചിട്ട് ആർക്കെങ്കിലും ഇതേപോലെ മെഹന്തി ഇടാൻ താല്പര്യമുണ്ട് എങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മെഹന്തി ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പേ ചെയ്ത് മെഹന്തി ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ അതും കൂടെ ഒന്ന് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങൾ. ഞാൻ എന്തായാലും ഇനി 10 ദിവസത്തെ ഗുളികയുടെ കഴിച്ചതിന് ശേഷം ഡോക്ടറിനെ ഒരിക്കൽ കൂടെ കാണാൻ പോകുന്നതായിരിക്കും. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തനിമയും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാരണങ്ങളായിട്ട് നമ്മളിപ്പോൾ 2 മാസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ വയ്യാതായതിനു ശേഷം നിർത്തിവെച്ചു. അതിന് തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 4 പേർക്ക് ഓരോരോ കാരണങ്ങളായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും നെക്സ്റ്റ് വീക്ക് ഇട്ടാണ് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി വന്നതിന് ശേഷം തൊട്ട് എന്തായാലും അതും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് എന്തായാലും ഞാൻ അതുവരെ പോകുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് പതുക്കെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് പോയിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ സിറ്റോട് തന്നെ ഇരുന്നാൽ മതിയല്ലോ. ബാക്കി മാവും കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത് വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരിടത്തിരുന്നാണ് ജോലി ചെയ്യുന്നത്, ഒരുപാട് നടന്നൊന്നുമല്ല ജോലി ചെയ്യുന്നത്, എല്ലാം നമ്മൾ ഒരിടത്തിരുന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കും തന്നെ ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് മൈൻഡ് വല്ലാത്തൊരു ഇതാണ്. കാരണം 2.5 വർഷത്തോളമായിട്ട് ഞാൻ വീട്ടിലങ്ങനെ ഇരിക്കാതെ എപ്പോഴും പുറത്ത് പോവുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്ത് വന്നിരുന്നിട്ട് പെട്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് പോയാൽ മതി എന്നുള്ളൊരിതായി കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ, എൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ. എൻ്റെ മെഹന്തിയുടെ ഡിസൈൻ ബിസിനസ് ആയിരുന്നാലും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടായിരുന്നാലും പിന്നെ ഞങ്ങളുടെ തനിമയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടായിരുന്നാലും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ കാര്യത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും നാൾ വിജയിച്ച് വന്നത്. അതുപോലെ തന്നെ ഇനിയും ചെയ്യുക. അപ്പോൾ എൻ്റെ ഇനിയുള്ള അപ്ഡേഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ ഇനി വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.